പിന്നെ എല്ലാ പേയ്മെൻറ്റും എടുക്കും. ഇപ്പോൾ കാർഡ് KSRTC കാർഡ് വന്നു. KSRTC കാർഡ് ഇതാണ്. ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായി. കാർഡ് ഏതാണ്ട് 1,00,000 കാർഡ് അടിച്ചതിൽ 40,000-40,000 കാർഡുകൾ പോയി കഴിഞ്ഞു. കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട്. വളരെ സാറേ, കാരണം ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് കൂടാതെ എല്ലാ UPI പേയ്മെൻറ്റും എല്ലാം എടുക്കും ബസ്സിന്. പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ്, എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും. ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല, ഡെബിറ്റ് കാർഡ് എടുക്കും. ഈ കാർഡ് ഇപ്പോൾ 1,00,000 അടിച്ചു, 40,000-40,000 പോയി കഴിഞ്ഞു. ഇന്നത്തെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. എല്ലാ ഡിപ്പോയിൽ നിന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സാധനത്തിൻ്റെ ഇതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും. അടുത്തതായി മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും. ഒരു കാർഡിന് 100 രൂപയാണ്. പിന്നെ അതിനകത്ത് അഡീഷണലായിട്ട് ചാർജ് ചെയ്യാം, എത്ര തവണ വേണോ ചാർജ് ചെയ്യാം. മാത്രമല്ല, ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകും. സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ്. പഴയ പേപ്പറും വരയ്ക്കലും ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണ്. ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും, സ്റ്റുഡൻസിനാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് KSRTC സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട്, അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി 109 രൂപ ഒറ്റത്തവണ വാങ്ങി. ഇനി അങ്ങനെയില്ല. ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2 വർഷത്തേക്ക്. 2ാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ അടുത്ത് കൊടുത്തൊന്ന് ചാർജ് ചെയ്യാന്നുള്ളത്, വാലിഡേറ്റ് ചെയ്യാം. ഒരു മാസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം, അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ട്. ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ 2 ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും. ഈ കാർഡ് ഇപ്പോൾ ഒരു 10-20 ദിവസത്തിനുള്ളിൽ കാർഡ് വരും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത്. പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും. ഇത് സൂക്ഷിച്ചാൽ മതി. ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ്. ടിക്കറ്റ് സൗജന്യമാണ്. ടിക്കറ്റ് ഓൺലി സൗജന്യമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു 109 രൂപ കൊടുക്കണം ഒരു വർഷം. അത് മാത്രമേ വാങ്ങാം. വേറെ അവർക്ക് യാത്ര ഈ 25 ദിവസം, മാസത്തിൽ 25 ദിവസം അവർ പോകുന്ന റൂട്ട്, അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട്. ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾ. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് 25 ദിവസം. സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള 25 ദിവസമാണ് നമ്മളിതിൽ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. വേറെ ഒന്നുമില്ല. ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട, കണ്ടക്ടറുടെ കയ്യിലോട്ട് കൊടുക്കുക. ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക. കണ്ടക്ടർ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിന് പൈസയൊന്നുമില്ല. പക്ഷേ 109 രൂപയാണ് കാർഡിന് തരേണ്ടത്. കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ചു കൊടുക്കില്ല, അതിന് 150 രൂപ. പക്ഷേ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ, ഒരു 50 കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ 3-4 പേരുടെ ജോലി കിട്ടും. ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും. അവർക്കെല്ലാം ബസ് ഓടിക്കാൻ പോവാം. ഈ ബസ് ഓടിക്കാൻ പോകാതെ ഈ കാർഡ് കൊടുക്കാൻ ഇപ്പോൾ പ്രധാന പ്രശ്നം തരാം. നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക. എന്താണെന്നറിയാമോ? കണ്ടക്ടർമാർ പലരും ലൈനിൽ പോയി. അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം. അത് പറയുന്നില്ല. ഒരു 20 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് ചെയ്തു. കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അത് അടി തുടങ്ങും. അടിച്ചാൽ ഒരു 6-7 ദിവസത്തിന് സാധനം കൈ കിട്ടും. ഒരു 10-20 ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡിൻ്റെ കാണാം. അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡ്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കും. ബസ് സ്റ്റാൻഡ് ഈ കാർഡ്, അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ. ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത്. ഈ ആപ്പ് വഴി കയറി കൺസെഷൻ, കഴിഞ്ഞ വർഷവും ആപ്പ് വഴിയായിരുന്നു. അപ്പോൾ കൺസെഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറിയാം, എത്ര കൺസെഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും. അപ്പോൾ കൺസെഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം. ഈ 109 രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വാർഷികമായി. ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ 2ാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി. 109 അല്ലേ? 109 110 രൂപയാണ് ഇതിന് വാങ്ങുന്നത്. ഈ കാർഡിന്, ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട്. ആ പൈസ ഇത് കൂടുതലൊന്നും വാങ്ങുന്നില്ല. ഇതേ കാർഡിന് കൊടുക്കുന്നു. പിന്നെ കുട്ടിക്ക് ഇത് എപ്പോഴും മാറണ്ട. 2ാം വർഷം +2 പഠിക്കുന്ന കുട്ടിക്ക് 11 കഴിഞ്ഞ് 12 മാറ്റേണ്ടതില്ല. കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടർ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്തു. ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട്. 1,00,000 അടിച്ചത് ട്രാവൽ കാർഡ്, ഈ കറുത്ത കാർഡ്. അതിൽ 82,000 കാർഡ് വിറ്റ് ചെയ്തു. 4,00,000 കാർഡ് കൂടെ അടിക്കാൻ പോയി. 4,00,000 കാർഡ് കൂടെ അടിക്കാം. ഇതിൽ ചിപ്പൊക്കെ ഉണ്ട്. ഈ കുട്ടികളുടെ ചിപ്പൊക്കെ ഉണ്ടാവും. അത് റീഡ് ചെയ്യും. ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ. ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും. ജേർണലിസ്റ്റുകൾക്കടക്കമുള്ള പാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റും. ജേർണലിസ്റ്റ് കാർഡ്, അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റും. പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിക്കും.
സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് എത്ര യാത്ര ചെയ്യുമെന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും. ഒരു കെ എസ് ആർ ടി സിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിങ്, സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി. അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കി ഈ സോഫ്റ്റ്വെയർ ചോദിക്കുക. നമ്മളുണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചൊരു സോഫ്റ്റ്വെയറാണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സാധനം ഇന്ന് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കുക. ഈ സോഫ്റ്റ്വെയറിൽ ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നിടം മുതൽ സെൻട്രൽ വർക്സിലെ സ്റ്റോറിൽ ഇറങ്ങുന്നിടം മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നതിനുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് ഓരോ സ്റ്റേജിലും ഈ പാർട്സ് ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ തന്നെ. അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു ഈ സോഫ്റ്റ്വെയർ. മനുഷ്യൻ്റെ സഹായമില്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏത് കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും. അതിൻ്റെ ചെക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടാകും. ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മളൊരു ദിവസം 10 ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ലക്ഷം രൂപ എന്നൊരു കോളത്തിലടിച്ചാൽ ഇന്ന കമ്പനികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തേക്കും എന്ന് അത് പറയും. ആ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മാനുവലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല.